ദുരന്ത ഭൂമിയിൽ അതിൽ മരിച്ച എല്ലാവരുടെയും വീട് ഞാൻ സന്ദർശിച്ചു. വീട്ടിൽ പോയിരുന്നു, അവരുടെ ബാക്കിയുള്ളവരെ കണ്ടു, അനുശോചനം രേഖപ്പെടുത്തി. കുറേ സമയം ഞാൻ അവരെല്ലായിടത്തും നിന്നു. കാരണം അവർക്ക് ഈ ദുഃഖ ഭാരങ്ങൾ പങ്കുവെക്കാൻ അതൊരു നമ്മളെ കൊണ്ടൊന്നും ആയിട്ടില്ലെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ നിന്ന് അവരെ ആ സങ്കല്പങ്ങൾ കേട്ടു. വളരെ വളരെ ഖേദകരമായിട്ട് സംഗതി തന്നെ. മനുഷ്യൻ്റെ നിസ്സാരതയാണ് ബോധ്യപ്പെടുത്തുന്നത്. കാരണം നമ്മളെല്ലാം വലിയ സങ്കല്പങ്ങൾ കെട്ടിപ്പൊക്കി നടക്കുന്നു. പക്ഷെ എപ്പോഴാണ് ഒരു കാര്യം കൊലാപ്സ് ചെയ്യുന്നതെന്നുള്ളതിൽ നമ്മുടെ യാതൊരുവിധ പങ്കും അക്കാര്യത്തിലില്ല. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ നിസ്സാരത, മനുഷ്യൻ വിചാരിച്ചെല്ലാം നടക്കുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഏതായിരുന്നാലും ഇങ്ങനെ സംഭവം ഉണ്ടായതിൽ യഥാസമയമായിട്ടൊക്കെ മറ്റേത് ആക്സിഡൻ്റ് ആയപ്പോൾ ബാക്കി കാര്യങ്ങൾ വളരെ സ്പീഡപ്പായിട്ട് തമിഴ്നാട് ഗവൺമെൻറ് ആവട്ടെ, നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ആവട്ടെ, എല്ലാവരും ആ കാര്യത്തിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടു. ബോഡി എല്ലാ സമയത്ത് തന്നെ വിട്ട് കിട്ടി, ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പം ഓരോ കുടുംബത്തിനും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ രക്ഷിതാക്കൾ മരിച്ചുപോയി, കുട്ടി ബാക്കിയായി, അമ്മ പോയി, മക്കൾ ബാക്കിയായി, അങ്ങനെയൊക്കെയുള്ള പല പല സംഗതികളും. അത്തരം സംഗതിയിൽ ഇനി അവർക്ക് എന്ത് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റും, ഗവൺമെൻറ്റുമായിട്ട് ഇടപെട്ടിട്ട് എന്തെല്ലാം ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും എന്നിത്യാദി കാര്യങ്ങളും നമുക്ക് നോക്കാം. ഞങ്ങൾ അവരോടത് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം. അത് ശരിയാണ്. സ്കൂളിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ജനപ്രതിനിധിയൊക്കെ അല്ലേ, ആ നിലയിൽ എന്ത് സഹായം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കട്ടെ. എന്നോട് നേരത്തെ 1-2 ആളുകൾ പറഞ്ഞിരുന്നു. സ്കൂളിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളെക്കൊണ്ട് നമ്മളുള്ള ഫണ്ടിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം. പ്രത്യേകിച്ച് ഇവരുടെ ഒരു ദുഃഖത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതൊരു ആശ്വാസമായി തീരട്ടെ എന്നുള്ള നിലയിലെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമുക്ക്. അതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിലുള്ള സംഗതിയല്ല, അത് ഗവൺമെൻറ് അതിൻ്റെ പ്രൊവൈലുമായിട്ട് ബന്ധപ്പെട്ടത്. ഞാൻ വിചാരിക്കുന്നത് MP ഫണ്ടിൽ MP ലാഡെന്ന് ഉപയോഗിച്ചിരുന്ന ഇത് ഗവൺമെൻറ് സ്കൂളല്ലേ ഇത്. അപ്പോൾ അതിൽ പാസ്സാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും. ഫണ്ട് കണ്ടെത്തേണ്ട ഒരു സംഗതിയുണ്ട്. അതും നമുക്ക് നോക്കാം. എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ എന്താ പറയുക, ഒരു സ്മാരകമായിട്ടോ അങ്ങനെയൊക്കെ ആൾക്ക് ഒരു ആശ്വാസമായിട്ടോ ഒക്കെ തോന്നുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശമുണ്ട്. നോക്കാം. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ ഫണ്ടിൻ്റെ 5 കോടി രൂപ 53 പഞ്ചായത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൈബ്രറീൻ്റെ പറയുന്നുണ്ട്, മറ്റേ നിങ്ങൾ പറഞ്ഞ പോലെ കളിസ്ഥലത്തിൻ്റെ പറയുന്നുണ്ട്. നോക്കാം. ഞാൻ അതല്ല ഈ MP ലാഡ് അല്ലാതെ മറ്റെല്ലാം പറ്റുമെന്ന് അത് നോക്കാം നമുക്ക്. അതായത് ശരിക്കും ആലോചിച്ച് നിവൃത്തിയില്ല എന്തെങ്കിലും നോക്കാം. സോ താങ്ക് യു.